കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നേരെ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ വചനം നമുക്ക് കേൾക്കാം. വചനം നമുക്കറിയാം, അത് ശക്തിയാണ്. വചനം വഴിയാണ്. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ കർത്താവാണ് വഴി, അവൻ്റെ വചനം, യേശു പറഞ്ഞ വചനം, ആ വഴിയിലൂടെ നടക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:63 പറയുന്ന പോലെ, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. കർത്താവിൻ്റെ വചനം അരൂപിയാണ്, ജീവനാണ്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ രക്ഷപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ശരിക്കും പ്രാർത്ഥിക്കുക. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനം. ഇതാ, ഇന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും യോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാനിന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീ നിൻ്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ശക്തമായൊരു വചനമാണിത്. ഈ വചനം ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കണം. വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കുമെന്നും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന് പറയുക. അവിടെ വലിയ വചനത്തിൻ്റെ പ്രതി ദൈവം പറയുക, ദൈവത്തിൻ്റെ വചനം, കൽപ്പനകൾ, അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന മക്കൾ അവർ ജീവിക്കും. അതാണ് വചനത്തിനകത്ത് ജീവനുണ്ട്. ആ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവന് മാത്രമേ അവൻ്റെ ആത്മാവിന്, അവൻ്റെ മനസ്സിന്, ജീവിതത്തിന്, കുടുംബത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടാകുകയുള്ളൂ എന്ന് വ്യക്തതയോടെ തിരുവചനം പഠിപ്പിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിലും നമ്മൾ ഈ വചനത്തിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കാണുന്നുണ്ട്. വലിയൊരു വചനമാണ്. ദൈവഭയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവൻ്റെ പ്രത്യാശ. ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്, തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരുവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനെ ദൈവം സംരക്ഷിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു. പലപ്പോഴും ഈ തലമുറയ്ക്ക് പ്രശ്നം ഈ ദൈവത്തെ അങ്ങ് മാറ്റിവെക്കുക, അവിശ്വാസം തലയിലോട്ട് കയറുക, ബുദ്ധിയിൽ അന്ധകാരം കയറുക, ബുദ്ധിയിൽ അന്ധകാരം. അതാണ് 2 കൊരിന്ത്യർ 4:4 വചനമുണ്ട്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല.
അതാണ് അവിശ്വാസം വരുമ്പോൾ അപകടങ്ങൾ ഒത്തിരി കൂടും. കാരണം വേണ്ടാത്തതെല്ലാം തലയിൽ കയറും, അന്ധകാര ചിന്തകൾ കയറും, പാപത്തെയെല്ലാം ന്യായീകരിക്കും, ദൈവകൽപ്പനകളെല്ലാം അങ്ങ് മാറ്റിവെച്ചിട്ട് ഇഷ്ടംപോലെ അങ്ങ് ജീവിക്കുകയാണ്. ചില ആളുകളുടെ ജീവിതം പഠിക്കുമ്പോൾ വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗരതികൾ, മ്ലേച്ഛ ചിത്രങ്ങൾ, ഇവർക്ക് അടിമകളായിട്ട് ജീവിതം തന്നെ ഇഷ്ടം, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ക്രൈസസ്. ഐ ഹാവ് എ ലോട്ട് ഓഫ് ക്രൈസസ് ഇൻ മൈ ലൈഫ് ആൻഡ് ഐ എം ഗോയിങ് ആഫ്റ്റർ ഓൾ ദോസ് ക്രൈസസ് ഓഫ് മൈ ബോഡി ഓർ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ക്രൈസുകളെ തൃപ്തിപ്പെടുത്തുക, ടു സാറ്റിസ്ഫൈ മൈ ഇൻക്ലിനേഷൻസ്, ലോട്ട് ഓഫ് ഇൻക്ലിനേഷൻസ്, ഉള്ളിലെ ചില ആഗ്രഹങ്ങളെ, ദുർമോഹങ്ങളെ അങ്ങ് തൃപ്തിപ്പെടുത്തുക. പക്ഷെ അത് നാശത്തിലേക്ക് പോവുക. വചനം വിട്ടുള്ള പോക്ക നിലനിൽപ്പിനെ ബാധിക്കും, നിലനിൽപ്പിനെ ബാധിക്കും. നമ്മൾ നോക്കും എല്ലാം നിലനിൽക്കും, നോ, ഇറ്റ്സ് ഗോയിങ് ടു, ശരിക്കും ജീവിതം പോയി തകരാൻ പോവുക, തകർന്നു പോകാൻ പോവുക. ചിലരുണ്ട് മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ, ഈ വഴിയിലൂടെ പോകുന്ന കാണാൻ പറ്റും. ആര് പറഞ്ഞാലും അത് മാറാതെ, അത് ദൈവത്തിൻ്റെ വഴിയല്ല, അത് സ്വന്തം വഴിയാണിത്, സ്വന്തം മാർഗമാണ്, സ്വന്തം ചിന്താഗതി, സ്വന്തം ആഗ്രഹങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ചില യുവാക്കൾ, ചില യുവതികളൊക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് അവസാനം തകർന്ന് തരിപ്പണമായി ഇഷ്ടംപോലെ വരും. ധ്യാനാവസരത്തിൽ കാണാം ഇങ്ങനെയുള്ള തകർന്ന മക്കൾ വരുമ്പോൾ ശരിക്കും എന്താ പ്രശ്നം, എന്താ, വാട്ട് ഈസ് ദ പ്രോബ്ലം, വാട്ട് ഈസ് ആക്ച്വലി. അവർ ദൈവവചനത്തെ വിശ്വസിക്കാതെ അവർ സാത്താൻ്റെ വചനത്തെ, വാക്കുകളെ വിശ്വസിക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനത്തിൽ കാണാൻ പറ്റും. മനുഷ്യൻ്റെ അധപ്പതനത്തെക്കുറിച്ചാണ് അവിടുത്തെ വചനം പറയുക. ആദ്യ മനുഷ്യൻ്റെ, ആദത്തിൻ്റെ ഹവ്വായുടെയും അധപ്പതനം. ദൈവമായ കർത്താവ് പറഞ്ഞു, ഈ വിലക്കപ്പെട്ട കനി പറിച്ച് കഴിക്കരുത്, ഇത് കഴിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞല്ല, ഇത് പറിച്ച് കഴിക്കുകയാണ് അവർ. പിശാച് അങ്ങനെയല്ല, ഇത് പറിച്ച് കഴിച്ചാൽ ദൈവത്തെ പോലാവും, നിനക്ക് സന്തോഷം കിട്ടും, നിനക്കൊത്തിരി ആനന്ദം, നിനക്കൊത്തിരി വളർച്ച, നിനക്കൊത്തിരി ഉയർച്ച, നിനക്കൊത്തിരി പണം, നിനക്കൊത്തിരി നേട്ടങ്ങൾ, നീ വലിയ ആളെത്തരും, നീ അങ്ങനെ ഫ്രീഡം അനുഭവിക്കുക, എൻജോയ് യുവർ ഫ്രീഡം, മാക്സിമം ഫ്രീഡം. പക്ഷേ വരുന്നെന്താ, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച നിമിഷം ആദത്തിനും ഹവ്വായ്ക്കും നഷ്ടപ്പെടുന്നത് സമാധാനം തീർന്നു, എല്ലാം തീർന്നു. പാപം ചെയ്യുന്നത് വരെ ഉള്ളൂ അവരുടെ ജീവിത സമാധാനം. ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് സമാധാനം തീർന്നു, സ്വസ്ഥത തീർന്നു, തകർന്നു പോവുക, പർദീസായ്ക്ക് വെളിയിലാകുക, പിന്നെ ദുരിതങ്ങൾ വരിക, പോകുന്ന വഴിയെല്ലാം പ്രശ്നങ്ങളുടെ, പിന്നെ രണ്ടും കൂടി മിക്സ്ഡ് ആകുക, സങ്കടവും ദുഃഖവും സന്തോഷവും എല്ലാം കൂടി മിക്സ്ഡ്, പിന്നെ മുന്നോട്ട് പോകുന്നു. പിന്നെ ഒരുപാട് കൺഫ്യൂഷൻസ്, ലോട്ട് ഓഫ് ഒരുപാട് സംശയങ്ങളാണ്. ഇന്ന് മനുഷ്യ മനസ്സുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് സംശയങ്ങളുടെ വലിയൊരു കൂമ്പാരമാണ്. സംശയങ്ങൾ, കാരണം ദൈവവചനത്തോട് മുമ്പിൽ എളിമപ്പെട്ട് വിശ്വസിക്കാൻ തയ്യാറായില്ല. പരിശുദ്ധ അമ്മയെപ്പോലെ എളിമപ്പെട്ട് വചനത്തിന് മുമ്പ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതനുസരിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറുക. എങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ, എങ്കിലേ ലക്ഷ്യസ്ഥാനത്തെത്തുകയുള്ളൂ. ഇന്ന് ഒരുപാട് പേര് സ്വപ്നം കാണുക, സ്വപ്നങ്ങളൊന്നും നടക്കാറില്ല, സ്വപ്നങ്ങളൊന്നും തന്നെ നടക്കാറില്ല. ലൗകികമായ സ്വപ്നങ്ങൾ കണ്ടു, കുറേ കഴിയുമ്പോൾ അത് മാറി വേറെ സ്വപ്നങ്ങൾ കാണും, വേറെ സ്വപ്നം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്വപ്നം, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ വേറെ സ്വപ്നം, മക്കളുണ്ടായി കഴിയുമ്പോൾ വേറെ സ്വപ്നം, കുടുംബ പ്രശ്നം വരുമ്പോൾ വേറെ സ്വപ്നങ്ങൾ കാണുന്നു. പല സ്വപ്നങ്ങൾ മാറിപ്പോവുക, അവൻ ചിന്ത മാറുകയാണ്, കോൺസെൻട്രേഷൻ മാറിപ്പോവുക. കാരണം എന്താ, ദൈവത്തിൽ നിന്നകന്നു. ദൈവത്തിൽ നിന്നകലുന്നവന് അവൻ്റെ ചിന്തകൾ ഒരു ദിവസം ഈ ഒരു ചിന്തയാണ്, വേറെ ദിവസം വേറെ ചിന്തയാണ്. ഒരു ദിവസം ഒരാഗ്രഹമാണ്, വേറെ ദിവസം വേറൊരു ആഗ്രഹമാണ്. അവൻ്റെ നിലനിൽപ്പിനെ അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എല്ലാം ബാധിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 7-8 വചനമുണ്ട്. സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്, അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത്തരം വഞ്ചനകൾ കൂടാതെ അവിടെ പറയാണ്, വചനം ശരിക്കും പറയുന്നത്, അതായത് ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടിട്ട് ആ വഴി പോകും, അവസാനം അത് വഞ്ചിക്കപ്പെടുന്നു, തകർക്കപ്പെടുന്നു കാണാൻ പറ്റും. അതുകൊണ്ട് വചനത്തിലേക്ക് തിരിച്ചു വരിക. ജീവനും മരണവും നിൻ്റെ മുമ്പ് നിൽക്കുന്നു. ജീവൻ്റെ വചനം, കർത്താവിൻ്റെ വചനം, പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നീ പോവുക. നേരായ വഴിയോടെ പോവുക. ആളെണ്ണം കുറവായിരിക്കും, നേരായ വഴിയിൽ പോകുന്നവരുടെ എണ്ണം നാട്ടിൽ കുറവായിരിക്കും. കൂടുതൽ ഭൂരിപക്ഷ ആളുകളും തിരഞ്ഞെടുക്കുന്നത് ലോകത്തിൻ്റെ വഴിയാണ്. നിനക്ക് വേണേ പോവാം, യു ഹാവ് ഫ്രീഡം, പോകാം. പക്ഷേ അതിൻ്റെ അനന്തരഫലം നിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കാൻ പോകും, നിൻ്റെ ജീവിതത്തെ ബാധിക്കും. അവിടെ ഇസ്രായേൽ പറയുന്നുണ്ട്, ഈ കൽപ്പനകൾ അനുസരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അവിടുത്തെ കൽപ്പന അനുസരിക്കുകയും ചെയ്താൽ നീ നിലനിൽക്കും. നീ കൈവശമാക്കാൻ പോകുന്ന കാലത്ത് ദീർഘകാലം നീ ജീവിച്ചിരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എന്ന് പറയുമ്പോൾ അതേസമയം പറയും, ഇത് ലംഘിക്കുന്ന പക്ഷം, ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് പാപത്തിൻ്റെ വഴികളിലൂടെ പോകുമ്പോൾ
സത്യദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് വേറെ പറ്റുന്നുള്ളതിൻ്റെ പിന്നാലെ പോകുമ്പോൾ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ? ഇത് നിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കാൻ പോവുക, നിൻ്റെ സമ്പത്തിനെ ബാധിക്കാൻ പോവുക, നിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാൻ പോവുക, നിൻ്റെ മക്കളെ ബാധിക്കാൻ പോവുക, ഇവരുടെ എല്ലാം നിലനിൽപ്പിനെ ബാധിക്കുക. ഒരു പറ്റം തലമുറയിൽ ഇപ്പോൾ നമ്മൾ ഈ തലമുറ നോക്കുമ്പോൾ കുടുംബങ്ങൾ തകരുകയാണ്. പലപ്പോഴും പല കുടുംബ പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്, ശരിക്കും അതവരുടെ നിലനിൽപ്പിനെ ബാധിച്ചു. മകൻ്റെ വഴിക്ക് പോകുന്നു, അവൻ വഴിവിട്ട ബന്ധം, അവൻ അനുസരിക്കുന്നില്ല, അവൻ കുടിയനാ, അവൻ പ്രശ്നക്കാരനാ, അവൻ വീട്ടിൽ വരത്തില്ല. ഒരുപാട് പ്രശ്നങ്ങൾ അപ്പനും വന്ന് പറയുക. മകളെക്കുറിച്ച് പറയുക, രക്ഷോ ആ കൊച്ചിനെ ഒരുപാട് ഞങ്ങൾ സ്നേഹിച്ചത്, എല്ലാം കൊടുത്ത് വളർത്തിയത്, പക്ഷേ ഇത് സ്വഭാവം മാറി. ചില കുഞ്ഞുങ്ങളാണ്ട് പാപത്തിൻ്റെ വഴി മാത്രം മതി, നേരായ വഴി വേണ്ട, പള്ളിയിൽ പോകുക പ്രാർത്ഥനയോ ഒക്കെ പറയുമ്പോഴത്തേക്ക് കോപം കയറുക. ചിലപ്പോൾ കുടുംബജീവൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അറിയാം അവിശ്വസ്തത, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു, ഇതൊക്കെ വഞ്ചിക്കും, ഇതിനേക്കാളും കൂടുതൽ വഞ്ചിക്കും. ദൈവത്തെ മറക്കുന്നവൻ മറ്റുള്ളവരെ മറക്കും. ഈ തലമുറ പഠിച്ചതെന്താ? എല്ലാം മറക്കാൻ പഠിച്ചു, എല്ലാം മറക്കാൻ പഠിച്ചു. ഒരു ചെറിയ വേദന പോലും എടുക്കാനാവില്ല. ചെറിയ വേദന ഉടനെ ഹോസ്പിറ്റലിൽ പോകുന്നു, ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നു. അതുപോലെ എല്ലാം മറക്കുന്നത് കാണാൻ പറ്റും. അതായത് ഭർത്താവ് അല്ല കുടുംബനാഥൻ കള്ളുഷാപ്പിൽ ചെല്ലുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവൻ്റെ വീട്ടിലുള്ള കരയുന്ന കുഞ്ഞുങ്ങൾ, കരയുന്ന ഭാര്യ, അമ്മ, അപ്പൻ, ഇതൊക്കെ മറക്കും. മദ്യം കാണുമ്പോൾ, ആ കൂട്ടുകാരെ കാണുമ്പോൾ മറന്നു. പിന്നെ അതാണ് അവൻ്റെ ദൈവം. പിന്നെ മുഴുവൻ മറക്കുക. അവൻ മുഴുവൻ മറന്നു. അവന് പിന്നെ അതിനകത്തോട്ട് അവൻ സ്വന്തം കുടുംബത്തെ മറക്കുന്ന കാണാൻ പറ്റും. ചില കുഞ്ഞുങ്ങൾ കാണാൻ പറ്റും. ചില പെൺകുച്ചുങ്ങൾ, ആൺകുട്ടികളൊക്കെ പ്രായപൂർത്തിയായി 10, 17, 18 വയസ്സായി. അപ്പനും അമ്മയുടെയും കൂടെ നിൽക്കേണ്ട, ഒരേ വിശ്വാസം, ഒരേ രീതിയിൽ ഒരുമിച്ച് പോകണ്ട. പക്ഷേ എവിടുന്ന് ഒരാളെ കണ്ടു, ആരെ കണ്ടു, വഴി വിട്ടതോ അതൊന്നും നോക്കുന്നില്ല. അവനെ കണ്ടപ്പോൾ അത്രയും നാളും വളർത്തിയ, വലുതാക്കിയ, സ്നേഹിച്ചുയർത്തിയ മാതാപിതാക്കളെ പെട്ടെന്നങ്ങ് മറന്നിട്ട് അടുത്ത ആളിനെ സ്വീകരിക്കുക, മാറിയെടുക്കുക. വസ്ത്രം മാറുന്ന പോലെ പെട്ടെന്നങ്ങ് മാറിയെടുക്കുക. പിന്നെ എല്ലാം ആ നിമിഷം മുതൽ പറയുക, എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രശ്നത്തിന് കാരണം, എനിക്ക് സമാധാനം ഇല്ലാത്തതിൻ്റെ കാരണം, സ്വസ്ഥതയില്ലാത്തത് എൻ്റെ അപ്പന, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങളാണ് പറയുക. ചിലപ്പോൾ വേശ്യാലയങ്ങളിലേക്ക് പോകുന്നവൻ, മറ്റ് പുരുഷന്മാരുടെ പിന്നാലെ പോകുന്ന സ്ത്രീകളും ഇത് തന്നെ സംഭവിക്കുന്നത് കാണാൻ പറ്റും. മറക്കുക സ്വന്തം ജീവിത പങ്കാളി, ജീവിതം മുഴുവൻ കൊടുത്ത് സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നടക്കുന്ന ആളിനെ, വേറൊരാളിനെ കാണുമ്പോൾ ആ നിമിഷം മറക്കുക. പെട്ടെന്ന് മറക്കാൻ പഠിച്ചു, എല്ലാം മറക്കാൻ പഠിക്കുക. എന്ത് വലുത് വിട്ടേക്ക്, എന്ത് പ്രശ്നമുണ്ടോ വിട്ടേക്ക്, ആളിനെ വിട്ടേക്ക്, എല്ലാം വിട്ടേക്ക്, എല്ലാം മറക്കാൻ നോക്കുക. അന്ന് ഓർത്തുകൊണ്ടിരിക്കുക, ഇത് ഓർത്തോ ശരിയാത്തില്ല, എല്ലാം മറക്കുക. ആ കൂട്ടത്തിൽ മനുഷ്യൻ ദൈവത്തെ മറക്കാൻ പഠിച്ചു. അക്കൂട്ടത്തിൽ മനുഷ്യൻ ദൈവത്തെ മറക്കാൻ പഠിച്ചു. അപ്പൊ എല്ലാം മറന്നുപോയി. അവസാനം വരാൻ പോകുന്നത് അവസാനം അവനെ മറക്കുക. അവൻ്റെ ആത്മാവിനെ, അവൻ്റെ ഉള്ളിലുള്ള ഒരു ആത്മാവുണ്ട്, ജീവിക്കുന്ന ഒരു ആത്മാവുണ്ട്, അതും അവനിപ്പം മറന്നു. എല്ലാം മറക്കുക. അതാണ് ഈ തലമുറയുടെ പ്രത്യേകത. അതാണ് ദൈവത്തിൽ നകലുന്നവൻ എല്ലാം മറക്കും, എല്ലാവരെയും മറക്കും. ആരും വേണ്ട, എനിക്ക് ഞാൻ മാത്രം. കുറച്ച് കഴിയുമ്പോൾ അവനെയും മറക്കുക. അപ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇഷ്ടമുള്ള വഴി പോവുക, സ്വന്തം ആത്മാവിനെ മറക്കുക. ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ മറക്കുന്ന കാണാൻ പറ്റും. അവൻ്റെ അന്തസത്തിൽ നിന്നൊക്കെ മാറുക, ഒക്കെ മറക്കുന്ന കാണാൻ പറ്റും. പക്ഷേ സഭയെ മറക്കുക, എല്ലാം മറക്കുക. അവൻ പോവുക. പണം മനസ്സിൽ ഓർമ്മ സൂക്ഷിക്കുന്നത് 2-3 കാര്യം. എവിടെ പണം വെച്ചിട്ടുണ്ട്, എങ്ങനെ കാശുണ്ടാക്കാം, എങ്ങനെ സുഖിക്കാം, ഇത് മാത്രം ഓർമ്മയിലോട്ട് കൊണ്ടുവരുന്നു, മെമ്മറിയിലോട്ട് കൊണ്ടുവരുന്നു. ബാക്കിയെല്ലാം ഫർഗറ്റിങ്, എല്ലാം മറക്കുക. ഇത് നാശത്തിൻ്റെ വഴിയാണ്. ഇത് പോകരുത്. ഈ പോകുന്ന തലമുറ അനർത്ഥത്തിലേക്കാണ് പോകുന്നത്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വചനം പറയുന്നുണ്ട്, ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വപൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണതയോടെ സ്നേഹിക്കണം. ഫുൾനെസ്. അവിടെ കർത്താവിന് കൊടുക്കുന്ന സ്നേഹം അത് പൂർണ്ണതയോടായിരിക്കണം, മുഴുവനോടെ കാഴ്ചവെക്കണം. ജീവിതം അങ്ങനെ ചെയ്യുമ്പോഴാണ് അഭിഷേകമായി തരിക. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന് എത്ര സ്ഥാനമാണ്? 1-ാം സ്ഥാനമാണ്, 2-ാം സ്ഥാനമാണ്, 3-ാം സ്ഥാനമാണ്. നിങ്ങൾ സ്ഥാനം ഏതും വെച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിലനിൽക്കണമെങ്കിൽ നിൻ്റെ അധ്വാനം, നിൻ്റെ കുടുംബം, നിൻ്റെ മക്കൾ, നിൻ്റെ ഭാവി നിലനിൽക്കണമെങ്കിൽ സത്യദൈവത്തെ നിൻ്റെ ജീവിതത്തിൽ അംഗീകരിക്കുക, ഏറ്റുപറയുക, ആ വചനം അനുസരിച്ച് ജീവിക്കുക. ഹെബ്രായർ 4:12 വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ കർത്താവിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയൊക്കെ
വിവേചിച്ചറിയുന്നതുമാണ്. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. ഈശോ പറഞ്ഞില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിക്കുക. ഈ സറണ്ടർ യുവർ ഹോൾ ലൈഫ്. കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. എല്ലാം വിട്ടുകൊടുക്കുക. ചിന്തകളും ബോധ്യങ്ങളും ഒക്കെ വിട്ടുകൊടുക്കുക. എളിമപ്പെടുക. ശിശുതുല്യമായ മനസ്സോടെ. സങ്കീർത്തനം 131:1 മുതൽ പറഞ്ഞ പോലെ, എൻ്റെ കണ്ണുകളിൽ നിഗളമില്ല, അഹങ്കാരമില്ല. മാതാവിൻ്റെ മടിയിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി വിനീതനാക്കി എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ത്? എളിമപ്പെടുക. അഹങ്കാരം അധപതനത്തിൻ്റെ മുന്നോടിയാണ്. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുക, അഹങ്കാരം അഹങ്കാരത്തെ ഞാനാണ് ദൈവം, മറ്റൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. സുവിശേഷം അംഗീകരിക്കുന്നില്ല, സഭയെ അംഗീകരിക്കുന്നില്ല, പരിശുദ്ധ കുർബാന അംഗീകരിക്കുന്നില്ല. ഇതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ അംഗീകരിക്കുന്നത്, സത്യത്തിൽ ഇതൊന്നും അംഗീകരിക്കാത്തവൻ അവനെ അംഗീകരിക്കുന്നില്ല. അവനാരാധന എല്ലാം മറന്നുപോയി. ചില കുട്ടികളുടെ കാര്യം പറയുന്ന പോലെ എല്ലാം പഠിച്ചു പരീക്ഷയ്ക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാം മറന്നുപോയി എന്ന് പറയുന്നത് പോലെ, ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, വേദന വരുമ്പോൾ എല്ലാം മറക്കുക. അക്കൂട്ടത്തിൽ ദൈവത്തെ മറക്കുന്നു. ഓർത്തോളൂ, ശരിക്കും മറക്കുന്ന എന്തുകൊണ്ടറിയോ? ദൈവത്തെ മറക്കുന്നവനെല്ലാം മറക്കും. അപ്പനെയും മറക്കും, അമ്മയും മറക്കും, സ്വന്തം കുഞ്ഞുങ്ങളെയും മറക്കും. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കും. ചില സമയത്ത് മറക്കാറുണ്ട്. കൊന്നേക്കാൻ പറയും. ആശുപത്രിയിൽ ഡോക്ടറെ, എനിക്ക് എൻ്റെ സുഖമാണ് വലുത്, എനിക്ക് പലതുമുണ്ട്, എനിക്ക് ജോലിയാണ് വലുത്, എനിക്ക് എൻ്റെ കുടുംബം വലുത്, എനിക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്, ഇതെങ്കിൽ ഒന്ന് കളഞ്ഞേരെ, ഇതിനെങ്കിൽ അബോട്ട് ചെയ്തേരെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. മറക്കാൻ നോക്കുക. സംഭവിച്ചു ഓർത്തണം, ദൈവത്തെ മറക്കുന്നവരാ ഈ മറവിയെല്ലാം ഉണ്ടാകുന്നത്. മദ്യപാനത്തിലേക്ക് പോകുന്നു, മയക്കുമരുന്ന്, ലഹരികൾ, സെക്ഷൽ സിങ്സ്, ഇതെല്ലാം പോകുന്നു. ഇതാണ് അതിൻ്റെ അവസാനം. എന്താണ്? നാശമാണ്. അവനെ മറന്നു, അവൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ മറന്നു. അതായത് 2 കൊരിന്ത്യർ 13-5 മുതൽ വചനമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുവാൻ പരീക്ഷിക്കുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഈശോ ഉണ്ട്, സത്യദൈവമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, സഭയിലൂടെ വന്നിരിക്കുന്ന ആത്മാവിൻ്റെ നിറവുണ്ട്. അത് മറക്കരുത്. ദൈവത്തെ മറക്കുന്നവൻ എല്ലാവരെയും മറക്കും. ദൈവത്തെ മറക്കുന്നവൻ എല്ലാവരും പീഡിപ്പിക്കും. ദൈവത്തെ മറക്കുന്നവന് അവനാണ് ദൈവം. അവൻ്റെ നേട്ടത്തിന്, വിജയത്തിന് വേണ്ടി എല്ലാം നടക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തണം, വചനത്തിൽ പറയുന്നുണ്ട്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? ലോകം മുഴുവൻ നേടുന്നവനുണ്ടാകുന്ന പ്രശ്നത, സ്വന്തം ആത്മാവിനെ കളഞ്ഞിട്ടാണ് ഓട്ടം ഓടുന്നത്. പക്ഷെ നഷ്ടമാണത്. അവസാനം കരയേണ്ടി വരും. ഒരുപാട് കണ്ണുനീരൊഴുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശരിക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണേ. അങ്ങയുടെ മാർഗ്ഗങ്ങളിൽ നിന്ന് അകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ. ഞാൻ അങ്ങയുടേത് മാത്രമാണ്. ജീവൻ്റെ വഴിയിലൂടെ എന്നെ കൊണ്ടുപോകണമേ. കർത്താവെ, അണുവിട വ്യതിചലിക്കാൻ അനുവദിക്കരുതേ. ആരൊന്നും എൻ്റെ ചുറ്റും ആരുമില്ലെങ്കിലും എൻ്റെ ഈശോയെ, നിന്നെ ഞാൻ അനുഗമിക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും. സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. പേടിക്കരുത്, ധൈര്യമായിരിക്കുക. നിൻ്റെ മുമ്പിൽ ജീവിക്കുന്ന കർത്താവുണ്ട്. നീ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ ആരാധന സമയത്ത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, വിടുതൽ നിന്നിലും നിൻ്റെ കുടുംബത്തിലും സംഭവിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യമേ, സ്നേഹ രൂപനേ, യേശുവേ കൈതൊഴുന്നേ അങ്ങേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് തരുന്നു. മുറിവേറ്റ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. തകർന്നുപോയ ഞങ്ങളുടെ മനസ്സുകളെ സമർപ്പിക്കുന്നു. ബലഹീനമാക്കപ്പെട്ട ഞങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുന്നു. പാപത്തിന് അടിമവേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ചിന്തകളെ, മനസ്സിനെ, ബുദ്ധിയെ, ശരീരത്തെ കർത്താവെ നിനക്ക് തരുന്നു. കർത്താവെ, രോഗം നിറഞ്ഞ ഞങ്ങളുടെ ശരീരത്തെ തരുന്നു. മനസ്സൊഴിഞ്ഞ അവസ്ഥകളെ തരുന്നു. എല്ലാ മേഖലയും കർത്താവെ നിന്റെ മുമ്പിലേക്ക് തരുന്നു. കർത്താവെ, അറിഞ്ഞുമറിയാതെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പൊറുക്കണേ. കർത്താവെ, നിന്റെ ആണിപ്പാടുള്ള കൈ നീട്ടണേ. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ മക്കളെ ഓരോരുത്തരും സ്പർശിക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. സാത്താന്റെ അടിമത്വത്തിൽ നിന്ന്
പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, രോഗങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന്, അശുദ്ധിയുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വിടുതൽ നൽകണമേ, അടിമത്തം അവസാനിപ്പിക്കണമേ. കർത്താവേ, നിന്റെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കായി മാറട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് ജീവനായിട്ട് മാറട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് സൗഖ്യമായി മാറട്ടെ. വഴിയും സത്യവും ജീവനുമായി ഈശോയെ അങ്ങേ ആരാധിക്കുന്ന ഞങ്ങളിലേക്ക് കൃപയ്ക്കുമേ കൃപ വർഷിക്കണേ. കർത്താവേ, കൃപയ്ക്കുമേ കൃപ വർഷിക്കണമേ. ബന്ധനം അഴിക്കണമേ, കെട്ടഴിക്കണമേ, അസ്വസ്ഥതകൾ മാറട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ ജനത്തിന് മേലെ സകല പാപത്തിന്റെ കെട്ടഴിക്കട്ടെ. അന്ധകാരം വിട്ടുപോകട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവ്, ഈ സമയത്ത് അങ്ങയുടെ അത്ഭുത കരം നീട്ടി അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആയിരം ആരാധന. ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരാധന, അഭിഷേകം, ആരാധന, ആയിരം ആരാധന. ഈശോയേ, ആരാധന, ആരാധന, ആത്മാവിൽ ആരാധന, ആരാധന, ദൈവമേ, ആരാധന, ആത്മാവിൽ ആരാധന. പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകട്ടെ ഈ സമയത്ത്. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. അപ്പാപിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ഈ സമയത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, കൃപ നൽകണമേ, അനുഭവങ്ങൾ തരണമേ, വിശ്വാസം തരണമേ, വിശുദ്ധി തരണമേ, വിടുതൽ നൽകണമേ, സമാധാനം നൽകണമേ, സ്വാതന്ത്ര്യം നൽകണമേ, ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ വലത് കരത്താൽ ഈ സമയത്ത് ഞങ്ങളെ ആശീർവദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, 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 ഹല്ലേലൂയ, ആരാധന, ആരാധന, സർവശക്തനെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Oh, Yeshua, ആരാധന, ആരാധന, ആരാധന.